ഹലോ ഗായ്സ്, ഒഹായോ. ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇന്നിവിടെ മഴയാണ്. ഞാനിന്ന് പുറത്ത് പോയി വല്ലതും സാധനം വാങ്ങി അകത്ത് കയറാനായിട്ടുള്ള പ്ലാനിൽ പുറത്തേക്ക് ഇറങ്ങി. ഞാനൊന്ന് ജപ്പാൻ വരെ ഒന്ന് പോയിട്ട് വരട്ടെ. ജപ്പാനിലെ പലർക്കും ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇക്കിഗായി എന്ന ആശയത്തിലാണ്. ഇക്കിഗായി എന്നത് ജീവിക്കാൻ ഒരു കാരണം, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ പ്രചോദനം നൽകുന്ന ഒരു കാര്യം എന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന കിവി ഫ്രൂട്ടും കുറച്ച് പച്ചക്കറിയും കുറേ ഇലക്കറിയും എന്ത് പച്ചയും വളരെ നല്ലതെന്നാണ് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അത് വളരെയധികം സത്യമാണ്. ഞാൻ പലതരത്തിലുള്ള ഉപയോഗിക്കാത്ത തരം പച്ചകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മറ്റേ കഞ്ചാവല്ല. എന്ത് പറഞ്ഞാലും നെഗറ്റീവിലേക്ക് പോകുന്ന നിന്റെ മനസ്സ് അതിവിടെ വേണ്ട കേട്ടാ. വെളുത്തുള്ളിയുടെ തൊലി പോലും കളഞ്ഞിട്ട് വെച്ചേക്കുന്നുണ്ട്. എനിക്കിതൊക്കെ അതിശയമാണ്. കാരണം അതിൻ്റെ ആവശ്യം എന്താണ്ടാ? എത്രയ്ക്ക് പണിയെടുക്കാത്ത ആൾക്കാരാ, അത്രയ്ക്ക് സമയമില്ലാത്ത ആൾക്കാരാ. ഉണ്ട്, സമയമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അടുത്ത മുട്ടയിലോട്ടാണ് ഞാൻ പോയത്. ഞാൻ മുട്ടയുടെ എത്ര ഡോളറാണ്? $3.5, $4. അതൊക്കെ 15 എണ്ണത്തിനാണ്. അടുത്ത് നോക്കിയപ്പോൾ $7.5, $6.5, $7, $9, $10 ഒക്കെ ഉണ്ട്. അത് 30 മുട്ടയ്ക്ക്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ഐക്കിഗായുടെ ബാക്കി പറയട്ടെ. ജനങ്ങൾ ജീവിത ലക്ഷ്യം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത് കുടുംബങ്ങളിലും ബന്ധങ്ങളിലുമാണ്. പിന്നീട് ഇഷ്ടമുള്ള ജോലിയിലൂടെയാണ്. പിന്നെന്താണ്? സമൂഹത്തിന് ഉപകാരമുള്ളത് ചെയ്യുമ്പോഴാണ്. സ്വന്തം കഴിവുകൾ വളർത്തിയെടുക്കുന്നതിലൂടെയാണ്. ഹോബികളിലും താല്പര്യങ്ങളിലുമാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ, അവരുടെ അത്തരത്തിലുള്ള ചിന്തകൾ. ഒന്ന് ലളിതമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിയുന്നതും ലോകത്തിന് ആവശ്യമായതും അതിലൂടെ മൂല്യം സൃഷ്ടിക്കാനാവുന്നതും ഞാൻ മനസ്സിലാക്കിയതും എന്നെ തോന്നിപ്പിച്ചതുമായ പല കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് തോന്നിയതും നിങ്ങൾക്ക് അറിയാവുന്നതുമായിട്ടുള്ളത് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ.